ആസോസ്പെർമിയ, അതായത് കൗണ്ട് ഇല്ലാത്ത അവസ്ഥ, ഇതിൽ ഡോണർ ഓപ്ഷൻസ് തന്നെയാണോ ആകെയുള്ള ഒരു ഉപാധി? ഞാൻ ഡോക്ടർ ആഷ്ന അസീസ്, IVF കൺസൾട്ടന്റ്, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. പലപ്പോഴും പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് വളരെ ഡിപ്രസ്ഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, സെമൻ അനാലിസിസ് ചെയ്തു, പ്രോപ്പർ ആയിട്ടുള്ള ലാബിൽ നിന്ന് തന്നെയാണ് ചെയ്തത്, പക്ഷേ ആസോസ്പെർമിയ എന്നാണ്, അതായത് കൗണ്ട് ഇല്ല എന്നാണ് റിപ്പോർട്ട് കാണിക്കുന്നത്. ഇതിൽ ചില പേഷ്യൻസ് ആണ് നമുക്ക് പിന്നീട് ഫോളോ അപ്പിന് വരുന്നത്. മജോറിറ്റി പേഷ്യൻസും പിന്നീട് ഫോളോ അപ്പിന് പോലും വരാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് സെമൻ അനാലിസിസ് ഒന്നുകൂടി ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഇഷ്യൂസ് കാരണം, കളക്ഷൻ ഇഷ്യൂസ് കാരണം, ആ സമയത്തെ ആങ്സൈറ്റി ഇഷ്യൂസ് കാരണം ഒക്കെ ഇജാക്കുലേഷൻ നടക്കാതെ വന്നതുകൊണ്ട് ആസോസ്പെർമിയ എന്നുള്ള റിപ്പോർട്ടായിരിക്കും. രണ്ടാമതായിട്ട് സെമൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും റിപ്പോർട്ട് ആസോസ്പെർമിയ കൗണ്ട് ഇല്ല എന്ന് തന്നെയാണെങ്കിൽ ഒരിക്കലും ഡോണർ ഓപ്ഷൻ മാത്രമല്ല ഉപാധിയായിട്ടുള്ളത്. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പേഷ്യന്റിന്റെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്. അതോടൊപ്പം തന്നെ ചില ഹോർമോൺ ടെസ്റ്റുകളും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മരുന്നുകൾ കൊടുത്താൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്ന കണ്ടീഷനാണോ, അല്ലെങ്കിൽ ടെസ്റ്റിസിൽ നിന്ന് ബയോപ്സി പോലെ, അതായത് കുത്തിയെടുക്കുന്ന പരിശോധന വഴി സ്പേംസ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ, സ്പേംസിന്റെ പ്രൊഡക്ഷൻ ബോഡിയിലുണ്ട്, അത് പുറത്തേക്ക് വരുന്ന നാളികളിലെ ബ്ലോക്ക് കൊണ്ട് സ്പേംസ് വെളിയിൽ വരാത്ത അവസ്ഥയാണോ, ഇങ്ങനെ തിരിച്ചറിയുന്നു. ഇതിനനുസരിച്ചിട്ട് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ബയോപ്സി വഴി സ്പേംസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് IVF പോലെയുള്ള ചികിത്സാ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഡോണർ ഓപ്ഷൻസിലേക്ക് പോകാതെ ആ വ്യക്തിക്ക് അവരുടെ തന്നെ ജനിതക ഘടനയിലുള്ള കുട്ടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്.